ഇവളെന്തിനാ ബാക്കിലും ചിരിക്കുന്നത് അറിയോ? ഞാൻ സൈക്കിൾ എവിടെ നിന്ന് കണ്ടിട്ടാ. ക്യാമ്പിൽ നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ ഞങ്ങളിത് വീട് കാണാൻ പോകും. വീടും സ്ഥലവും ഒക്കെ വെള്ളം കയറി നാശമായിട്ടിരിക്കുകയാണ്. എന്തായാലും പോയി നോക്കിയിട്ട് വരാമെന്ന് വെച്ചു. 2018 വെള്ളപ്പൊക്കത്തിൻ്റെ കൂടെ വേണത് 2026 വെള്ളപ്പൊക്കവും കൂട്ടാം. അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷനായ വീടിൻ്റെ ഏരിയ എത്തിയിട്ടുണ്ട്. ഇനി സൈക്കിളൊക്കെ വെച്ചിട്ട് വേണം അങ്ങോട്ട് നടന്നു പോകാൻ. അങ്ങോട്ട് സൈക്കിളിൽ പോകുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. സൈക്കിൾ അവിടെ വെച്ചിട്ട് ഞാനും ശരണയും കൂടെ ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞത് വീടിൻ്റെ അങ്ങോട്ട് നടന്നു പോകുന്ന കാഴ്ചയാണിത്. ഇത് കണ്ടില്ലേ? ഇതാണ് നമ്മുടെ വീടിൻ്റെ വഴി. ആ വഴി എന്ന് അവസാനിക്കുന്നിടത്താണ് നമ്മുടെ വീട്. ഇത് കണ്ടില്ലേ? മേളിൽ നിന്നുള്ള കാഴ്ച. വാട്ട് എ ബ്യൂട്ടിഫുൾ വ്യൂ. ആ നീന്തി വരുന്ന ഞാൻ തന്നെയാണ്. പപ്പ അവിടെ ഉണ്ടായിരുന്നു. പപ്പയെ ഞാനും കൂടെ വീടിനകത്ത് കയറി വെള്ളത്തിൻ്റെ ലെവൽ എത്രയെന്ന് നോക്കാൻ പോയതാണ്. കാരണം ഒരുപാട് സാധനങ്ങൾ നമ്മൾ കെട്ടിപ്പൊക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലെവലിനനുസരിച്ച് വെള്ളം വന്ന് നോക്കാനായിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ തിരിച്ച് ഞാനും ശരണയും കൂടെ റോഡിലോട്ട് തിരിച്ച് നടന്നു പോവാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കിയിട്ടുള്ള പോക്കാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവാനപുരം പാലമാണ്. നമ്മൾ പാലം എത്താറായിട്ടുണ്ട്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ വെള്ളത്തിൻ്റെ ഹൈറ്റ് എത്ര ഉണ്ടെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ തിരുവാനപുരം പാലം. ഇപ്പോൾ വെള്ളത്തിൻ്റെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ആ പോസ്റ്റ് വയ്ക്കുന്നിടത്തുനിന്നൊരു റോഡുണ്ട്. ആ റോഡ് നമുക്കിപ്പോൾ കാണാൻ പോലും പറ്റുന്നില്ല. ഇതാണ് ഇവിടെ വെള്ളത്തിൻ്റെ അവസ്ഥ. അപ്പോൾ അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നന്നൂർ ജംഗ്ഷനാണ്. എന്തൊക്കെയോ ബാക്കി ഇരുന്ന് പറയുന്നുണ്ട്, പക്ഷെ ഒന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോറി ഗൈസ്. നമുക്ക് നന്നൂർ പിടിക്കാം. വന്നിറങ്ങിയപ്പോൾ തന്നെ കണ്ടത് ഇവനെയാണ്. പിന്നെ ഇതായിരുന്നു നമ്മുടെ നന്നൂരത്തെ അവസ്ഥ. ഫുഡ് റെഡിയാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനും അവളും കൂടെ തിരിച്ച് ക്യാമ്പിലോട്ട് പോയി. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.